ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിൽ കുടുങ്ങിയ കത്രിക പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ നാളെ നടക്കും. കൊച്ചി അമൃത ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടക്കുക. ഇന്ന് വൈകിട്ട് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ഡോക്ടേഴ്സിനെതിരെ ഉഷയുടെ കുടുംബം അമ്പലപ്പുഴ ഡിവൈഎസ്പി ഓഫീസിലെത്തി പരാതി നൽകി. ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സംഘം ആശുപത്രിയിലെത്തി പരിശോധന നടത്തി. ഉഷയുടെ സർജറി നടത്തിയത് ഡോക്ടർ ഷാഹിദ എന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. എന്നാൽ സർജറി നടത്തിയത് ഓർമ്മയില്ല എന്നായിരുന്നു 24-നോട് ഡോക്ടർ ഷാഹിദ പ്രതികരിച്ചത്. നമ്മൾ ട്രാൻസ്ഫർ ആയി പോയത് ആലപ്പുഴ. അപ്പോഴേ ശരിക്കും ഞാൻ ലളിതാംബിക മാഡത്തിന്റെ കീഴിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ മാഡത്തിന്റെ കേസൊക്കെ നമ്മളാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു കാര്യം, SRകള് അസിസ്റ്റൻസ് ചെയ്താലും നമ്മളെ പേരാണ് എഴുതുന്നത്. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് ഇത് ഓർമ്മയില്ല. ശരിക്കും പറഞ്ഞ കറക്റ്റ് അങ്ങനെയാണ്. അവിടെ ഡിഫിക്കൽറ്റി വരുമ്പോ നമ്മൾ കയറും. മനസ്സിലായില്ലേ? ഒരു മെഡിക്കൽ കോളേജ് ആണല്ലോ. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അറിയത്തില്ല. നമ്മള് ലളിതാംബിക മാഡം ആണോ ഇത് ചെയ്തത്? അതോ ലളിതാംബിക മാഡത്തിന്റെ കേസ് നമ്മളാണ് ചെയ്യുന്നത്. മാഡം ചെയ്യൂല എന്നല്ല ഞാൻ പറയുന്നത്. എന്റെ പേരാണെങ്കിൽ ഞാനായിരിക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചെയ്യിപ്പിച്ചതായാലും നമ്മളെ പേര് തന്നെ എഴുതും. മനസ്സിലായില്ലേ? എന്നിട്ട് സെക്കൻഡ് അസിസ്റ്റന്റ് അവരുടെ പേരായിരിക്കും. വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഉഷയുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്നും മന്ത്രി കുടുംബത്തെ അറിയിച്ചു. ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നൊക്കെയുള്ള ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു ടീം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് തന്നെ അതിന്റെ അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. അതിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്യും. സ്ക്രബ് നഴ്സ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, ഡോക്ടർ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. മെഡിക്കൽ കോളേജുകളിൽ ഈ പ്രൊസീജിയറുകൾ നടക്കുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കി തന്നെയാണ് ചെയ്യുന്നതും ചെയ്യേണ്ടതും. ചെയ്തില്ലെങ്കിൽ ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അഥവാ അതിലും ഗൗരവതരമാണ്. ചികിത്സാ പിഴവിൽ യൂത്ത് കോൺഗ്രസും BJPയും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷന് മുന്നിലും പ്രതിഷേധിച്ചു. പേര് പറഞ്ഞ് ജയിലിലടക്കാൻ നോക്കുന്നേ വണ്ടാനത്തെ ഹോസ്പിറ്റല് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഒരു സംഭവമല്ല ഉണ്ടായിരിക്കുന്നത്, നിരവധി സംഭവങ്ങളാണ് ഇതുപോലെ ഉണ്ടായിരിക്കുന്നത്. ഇതിലൊക്കെ വളരെ അവഗണന നിറഞ്ഞ സമീപനമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടും, ആ റിപ്പോർട്ട് മേടിച്ചു വയ്ക്കും. അത് തന്നെ ഇപ്പോൾ വോള്യങ്ങളുണ്ടാവും. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നൊപ്പം അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ആദ്യം വിഷ്ണുവിലേക്ക്. വിഷ്ണു, 24 പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയാണ്. അതിൽ ഉഷയ്ക്കുണ്ടായിരിക്കുന്ന വലിയ ദുരിതം, കഴിഞ്ഞ 5 വർഷമായി കത്രികയും ശരീരത്തിൽ വെച്ച് അവർക്ക് ജീവിക്കേണ്ടി വന്നു. അത് ഉണ്ടാക്കിയ വേദന, അത് അവരുടെ കഴിഞ്ഞ കുറേ നാളുകളായുള്ള അവരുടെ സങ്കടം, അതെല്ലാം കഴിഞ്ഞ ദിവസം 24-ലൂടെയാണ് ലോകം കണ്ടത്, അറിഞ്ഞത്. അതിലിപ്പോൾ ഇടപെടൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഈ ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റത്തിലെ വീഴ്ച അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരം. പക്ഷേ അതിലൊരു ഇടപെടൽ എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്ന ചോദ്യവും ബാക്കിയാവുന്നു. ആദ്യം അറിയേണ്ടത്, നാളെ ഇപ്പോൾ ശസ്ത്രക്രിയ, ഈ കത്രിക പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ നടക്കുന്നു കൊച്ചി അമൃത ആശുപത്രിയിൽ എന്നുള്ളതാണ്. അവിടെ നിന്നും ഡോക്ടേഴ്സ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? ഒരു മെഡിക്കൽ ബോർഡോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിവരങ്ങൾ നൽകുന്നുണ്ടോ? അതിന് ഉച്ചയോടുകൂടി തന്നെ ഉഷയുടെ CT സ്കാൻ പൂർത്തിയായിരുന്നു. അതിനുശേഷം വൈകിട്ട് അല്പസമയം മുമ്പാണ് മെഡിക്കൽ ബോർഡ് യോഗം ആരംഭിച്ചത്. അതിനുശേഷം നാളെ എപ്പോൾ ശസ്ത്രക്രിയ നടത്താനാകും എന്ന കാര്യത്തിലൊരു വ്യക്തത വരും. നിലവിൽ ഉഷയുടെ ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണ്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം.
ഉഷയുടെ മകനും ഭർത്താവുമാണ് ഒപ്പമുള്ളത്. അമൃത ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരായിരിക്കും ഈ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകുക. അവരെ സംബന്ധിച്ച് അവർ പറയുന്നതനുസരിച്ച് ഇതത്ര ഒരു എമർജൻസി ആയ അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കലായ ഒരു ശസ്ത്രക്രിയയല്ല ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ശസ്ത്രക്രിയയിലേക്ക് പോകാത്തത്. ഈ സ്കാനിംഗ് റിപ്പോർട്ട് വിശദമായി പഠിച്ച് അതിലെവിടെയാണ് കത്രികയുടെ പൊസിഷൻ എന്നറിഞ്ഞ ശേഷം ഈ സർജറിയിലേക്ക് പോകാം എന്ന തീരുമാനത്തിലാണ് നിലവിൽ ആശുപത്രി അധികൃതർ എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വൈകിട്ട് മെഡിക്കൽ ബോർഡ് യോഗം പുരോഗമിക്കുന്നത്. അതിനുശേഷം അവർ അറിയിക്കും എപ്പോഴാണ് ശസ്ത്രക്രിയ നടത്താൻ പോകുന്നത്. നാളെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് അപകടകരമായ രീതിയിലല്ല ഇപ്പോൾ കത്രിക അതിന് ഇരിക്കുന്നത് എന്നുള്ളതാണ് പൊസിഷൻ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ശസ്ത്രക്രിയയിലേക്ക് പോകാതെ നാളെ നടത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഉഷയുടെ ആരോഗ്യനില അത് പൂർണ്ണ തൃപ്തികരവുമാണ്. വിഷ്ണു, അപ്പം കുടുംബം എന്താണ് ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന തുടർ നീക്കങ്ങൾ? അവർ നിയമപരമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ കഴിഞ്ഞ 5 വർഷമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ആ ആശുപത്രിയിലും ഡോക്ടേഴ്സിനൊക്കെ മാറി മാറി കണ്ടതാണ്. പക്ഷെ അപ്പോഴൊന്നും ഇത്തരത്തിലൊരു കത്രിക കുടുങ്ങിയ കാര്യം അവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ വീഴ്ചയുടെ ആഴം കൂട്ടുന്നത്. അപ്പോൾ എന്താണ് കുടുംബത്തിന്റെ തുടർ നീക്കങ്ങൾ? പ്രജനൊരു സാധാരണ കുടുംബമാണ്. അവർക്ക് മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ശസ്ത്രക്രിയക്ക് വേണ്ടി മെഡിക്കൽ കോളേജിനെ സമീപിച്ചത്. പക്ഷേ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു വീഴ്ച ഉണ്ടാകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീഴ്ച വരുത്തിയവർക്കെതിരെ കർശനമായ നടപടി വേണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ട് ആദ്യമായി തന്നെ അവർ അമ്പലപ്പുഴ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഈ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിക്കും പരാതി നൽകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിശദമായ അന്വേഷണവും അതോടൊപ്പം തന്നെ നടപടിയും വേണം. കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഇതിനോടകം തന്നെ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. 5 വർഷമാണ് ആ സ്ത്രീ കത്രികയുമായി സർക്കാർ നെഗ്ലിജൻസ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ നെഗ്ലിജൻസ് കാരണം സിസ്റ്റം ഫെയിലിയർ എന്ന് ആവർത്തിച്ച് പറയുന്ന ആളുകളൊക്കെ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർക്കെല്ലാം സംഭവിച്ചൊരു വീഴ്ചയാണിത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണം എന്നുള്ളതാണ് ഉയർന്നതിന് പ്രധാനപ്പെട്ട ആവശ്യം. നേരത്തെ കോഴിക്കോടുള്ള ഹർഷീനക്ക് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഹർഷീനക്ക് കേവലം 2 ലക്ഷം രൂപ കൊടുത്ത് മാത്രം ഒഴിവാക്കി വിട്ടിരുന്നു. ഇവിടെ അങ്ങനെ പറ്റില്ല. അങ്ങനെ സംഭവിച്ചാൽ വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഒപ്പം നീതി വേണമെന്ന നിലപാടാണ് കുടുംബം ഉയർത്തുന്നത്. അതിന് ആദ്യഘട്ടത്തിൽ തന്നെ കേസെടുത്ത് അന്വേഷിക്കണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ട കേസ് ഉടൻ രജിസ്റ്റർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.